ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിലെ രണ്ടാമത്തെ ഭാഗം ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആദ്യത്തെ ഭാഗം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണണം. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റാണ്, കണ്ടിന്യൂസുമാണ്, തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യം ഇംഗ്ലീഷിൽ പറയാനും ഉപയോഗിക്കുന്ന ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട പോയിൻ്റ്, എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുക. എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുക. നോക്കൂ, V4 സ്ക്രീനിലേക്ക് നോക്കണം. V4 എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ING ഫോമാണ്. എല്ലാ വെർബിൻ്റെയും ING ഫോമാണ് V4. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും ഈ ING ഫോമിനെ. പ്ലേയിങ്, റൈറ്റിംഗ്, കുക്കിംഗ്, ജമ്പിങ്, ലവിങ്, എൻകറേജിങ്, ഇങ്ങനെയുള്ള വെർബിൻ്റെ ING ഫോം എല്ലാം തന്നെ V4 ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം, എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. കഴിഞ്ഞില്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഇതിലും വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ശരി, ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്മൾ നോക്കൂ, ഈസ്, ആർ, ആം. ഈസ്, ആർ, ആം, ഈ 3 വാക്കുകളെയാണ് ഓക്സിലറി വെർബുകൾ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഓക്സിലറി വെർബുകളാണ് ഈസ്, ആർ, ആം എന്ന് പറയുന്നത്. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ സഹായക ക്രിയ ഇവിടെ പ്ലേയിങ് ആണ്. വെർബിൻ്റെ ING ഫോം പ്ലേയിങ് ആണ് മെയിൻ വെർബ്. അതിനെ സഹായിക്കുന്ന ക്രിയയാണ് ഈസ്, ആർ, ആം. അതാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയും ഈസ്, ആർ, ആം കഴിഞ്ഞ് ING ഫോം വന്നാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഈസ്, ആർ, ആം കഴിഞ്ഞ് ING ഫോം വന്നാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും, മറക്കരുത്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഈസ്, ആർ, ആം എന്നൊക്കെ ഉപയോഗിക്കാൻ കാരണം എന്നുള്ളത് കോൺകോഡ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. കോൺകോഡ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കോൺകോഡ് റൂളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഇവിടെ ഹി സിംഗുലറാണ്, ഷീ സിംഗുലറാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി വെർബ് ഈസ് ആണ് ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് ഹിയും ഷീയും, ഹി ഈസ്, ഷീ ഈസ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹി സിംഗുലറാണ്, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. ഷീ സിംഗുലറാണ്, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. നേരെ മറിച്ച് ദേ എന്ന് പറയുന്നത് പ്ലൂരലാണ്, ബഹുവചനമാണ്. അവർ എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ടല്ലേ, 2 ആളാവാം, 10,000 പേരാവാം. ദേ എന്ന് പറഞ്ഞാൽ അവർ എന്ന സബ്ജക്റ്റ് ബഹുവചനം പ്ലൂരലായതുകൊണ്ടാണ് ആർ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഈസ് സിംഗുലറും ആർ പ്ലൂരലും. ഇനി ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആം ആണ് ഉപയോഗിക്കുക കേട്ടോ. ആം ആണ് ഉപയോഗിക്കുക. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആം ഉപയോഗിക്കണം. ഓക്കെ, ഈസ്, ആർ, ആം കഴിഞ്ഞ് ING ഫോം വന്നാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഹി ഈസ് പ്ലേയിങ്, കണ്ടോ, ഷീ ഈസ് പ്ലേയിങ്, ഈസ് കഴിഞ്ഞ ING. ദേ ആർ പ്ലേയിങ്, ആർ കഴിഞ്ഞ ING. ഐ ആം പ്ലേയിങ്, ആം കഴിഞ്ഞ ING. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇടയിൽ യു വന്നിട്ടുണ്ട് കേട്ടോ. യു എന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്, അതുകൊണ്ടാണ് ആർ എന്ന് ഉപയോഗിച്ചത്. യു ആർ എന്നല്ലേ പറയുള്ളൂ. ഓക്കെ, ആർ കഴിഞ്ഞ് ING വേണം, ഈസ് കഴിഞ്ഞ് ING വേണം, ആം കഴിഞ്ഞ് ING വേണം. അങ്ങനെ വന്നാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ നോക്കൂ, ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്, ഷീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. കണ്ടോ, ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. ഈ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ഒക്കെയാണ് ഒബ്ജക്റ്റ്. കണ്ടോ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറയും മലയാളത്തിൽ. കർമ്മം, ഒബ്ജക്റ്റ്. ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കണം. പാസീവ് വോയിസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് പാസീവ് വോയിസ് ചെയ്യാൻ പറ്റുള്ളൂ. പാസീവ് വോയിസിൻ്റെ ക്ലാസ്സുകൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ്, ഓക്കെ, ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പാസീവ് വോയിസ്. അപ്പോൾ ഒബ്ജക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പാസീവ് വോയിസ് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഈസ്, ആർ, ആം കഴിഞ്ഞ ING ഫോം വന്നാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസും, പ്ലൂറൽ ആണെങ്കിൽ ആറും. കണ്ടോ, ഐ ആണെങ്കിൽ ആമും.
ഇവിടെ നോക്കൂ, ശ്യാം ആൻഡ് അരുൺ. ശ്യാം ആൻഡ് അരുൺ എന്ന് പറഞ്ഞാൽ രണ്ടാളുണ്ട്, അപ്പോൾ അത് ബഹുവചനമായി. ദേ എന്ന് വേണമെങ്കിൽ പറയാം. ശ്യാമിനെയും അരുണിനെയും ദേ എന്ന് പറഞ്ഞൂടെ. ശ്യാം ആൻഡ് അരുൺ ബഹുവചനമാണ്, അതുകൊണ്ടാണ് ആർ ഉപയോഗിച്ചത്. വി, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് ബഹുവചനമാണ് അല്ലേ. ഞങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ പേരില്ലേ. നമ്മൾ എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലോ ആൾക്കാരായി, അപ്പോൾ ബഹുവചനമായി. അതുകൊണ്ടാണ് ആർ ഉപയോഗിച്ചത്. ഈസ്, ആർ, ആം കഴിഞ്ഞ ING ഫോം വന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്ന് മറക്കരുത്. എക്സാമിന് ഇത് ചോദിക്കുമ്പോൾ എക്സാമിനേഷന് PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, മറ്റേത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിക്കുമ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ ചില ഹിൻഡ് വേർഡ്സ് കാണാം. ഹിൻഡ് സൂചകമായിട്ടുള്ള വാക്കുകൾ നോക്കൂ. നൗ എ ഡേയ്സ്, റൈറ്റ് നൗ, പ്രസൻ്റ്ലി, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദി മൊമെൻറ്റ്, കറൻ്റ്ലി, ടുഡേ, ഇങ്ങനെയുള്ള ഹിൻഡ് വേർഡ്സ്. ഇതിനെ ആഡ്വർബ്സ് എന്ന് പറയാം, ആഡ്വർബ്സ് ഓഫ് ടൈം എന്നൊക്കെ പറയാം നമുക്ക്. പോട്ടെ, ഹിൻഡ് വേർഡ്സ് എന്ന് സിമ്പിളായിട്ട് പറയുന്നു. നമ്മുടെ എക്സാമിനേഷന് ഒരു സെൻറ്റൻസിൽ ഈ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകളുണ്ടെങ്കിൽ ആ സെൻറ്റൻസുകൾ ഉപയോഗിക്കേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അതായത് ഈസ്, ആർ, ആം പ്ലസ് ING എന്ന ഫോമിലായിരിക്കണം ആ സെൻറ്റൻസുകൾ ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇത് നോക്കൂ. ഇവിടെ രാം ആൻഡ് ശ്യാം ഡാഷ് സ്ലീപ്പിംഗ് നൗ. ഇതെല്ലാം PYQ ആണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫോർമാറ്റ് മാത്രം കാണിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം തന്നെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് അതിന് മുന്നോടിയായിട്ടുള്ള ബേസിക് ക്ലാസ് മാത്രമാണ്. എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് അറിയുക. ജസ്റ്റ് ഇതറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ശരി, ഈ ഒന്നാമത്തെ സെൻറ്റൻസിൽ നൗ എന്ന ഹിൻഡ് വേർഡ് കാണുന്നുണ്ട്. നൗ, നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡ് കണ്ടോ, നൗ എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. ഇവിടെ നൗ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആയിരിക്കണം. ശരി, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ്, ആർ, ആം കഴിഞ്ഞിട്ടാണ് ING ഫോം വേണ്ടത്. ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം കഴിഞ്ഞ് ING ഫോം വേണം. ഇവിടെ സ്ലീപ്പിംഗ് ഉണ്ട്. നമ്മുടെ ചോദ്യം ഈ ഡാഷിന് അവിടെ നമ്മൾ ഈസ് ആണോ, ആർ ആണോ, ആം ആണോ ഉപയോഗിക്കുക എന്നാണ്. നോക്കൂ, സബ്ജക്റ്റ് നോക്കൂ, രാം ആൻഡ് ശ്യാം ഉണ്ട്. രാമും ശ്യാമും സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ആർ വേണം ഉപയോഗിക്കാൻ. രാം ആൻഡ് ശ്യാം ആർ സ്ലീപ്പിംഗ് നൗ എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. രാം ആൻഡ് ശ്യാം ആർ സ്ലീപ്പിംഗ് നൗ എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, രാം ആൻഡ് ശ്യാം ആർ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് നോക്കൂ. ഇവിടെ ഞാൻ ആർ എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത് നോക്കൂ, ദേ ആർ കഴിഞ്ഞ വെർബിൻ്റെ ഏത് ഫോം വേണം? ആർ കഴിഞ്ഞ വെർബിൻ്റെ ING ഫോം വേണം. ആർഗ്യൂവിങ്. ഓക്കെ, ആർഗ്യൂവിങ്, ദേ ആർ ആർഗ്യൂവിങ്. ഇവിടെ ആർ ഉപയോഗിക്കാൻ കാരണം ദേ എന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്, അപ്പോൾ ആർ വേണം. ഓക്കെ, ഈസ് ഉപയോഗിക്കാൻ കഴിയില്ല, ദേ ഈസ് എന്ന് പറയില്ല. ഓക്കെ, അതുപോലെ മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. മൈ ഫാദർ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ അറ്റ് പ്രസൻറ്റ് എന്ന് പറയുന്ന ഈ വാക്കാണ് നമ്മളെ ഈ സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് വന്നാൽ അറ്റ് പ്രസൻറ്റ് എന്ന് ഉണ്ടെങ്കിൽ, ആ യൂസേജ് ഉണ്ടെങ്കിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. എങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ഈസ് ആണ്. ഈസ് കഴിഞ്ഞ് ING ഫോം ആണ്. ഈസ് കഴിഞ്ഞ് ING ഫോം അല്ലെങ്കിൽ ആർ കഴിഞ്ഞ് ING ഫോം അല്ലെങ്കിൽ ആം കഴിഞ്ഞ് ING ഫോം വന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈസ് തന്നെ ഉപയോഗിച്ചത്? അല്ലെങ്കിൽ ആറോ ആമോ ഉപയോഗിച്ചില്ലല്ലോ. എന്തുകൊണ്ട്? കാരണം മൈ ഫാദർ എന്ന സബ്ജക്റ്റ് സിംഗുലറാണ്, ഒരാളാണ് അല്ലേ. ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അടുത്തത് നോക്കൂ. ഐ ഡാഷ് ഫോർ മൈ എക്സാം നൗ. ഞാനിവിടെ പ്രിപ്പയർ എന്ന് പറയുന്ന വെർബാണ് ഉപയോഗിക്കാൻ പറയുന്നത്. പ്രിപ്പയർ, ബ്രാക്കറ്റിൽ പ്രിപ്പയർ എന്ന് കൊടുത്തു. നേരത്തെ ആർഗ്യൂ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, അതുപോലെ പ്രിപ്പയർ എന്ന വെർബ് കൊടുക്കുകയാണ്. നൗ എന്ന ഹിൻഡ് വേർഡ് ഇവിടെ ഉണ്ട്. നൗ എന്ന ഹിൻഡ് വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം. ശരി, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം കഴിഞ്ഞിട്ട് വേണം ING ഫോം. ശരി, ഇവിടെ എന്തായിരിക്കണം അപ്പോൾ ആൻസർ? ഐ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ആം ഉപയോഗിക്കാം. ഐ ആം പ്രിപ്പയറിങ്. കണ്ടോ, പ്രിപ്പയറിങ്. ഐ ആം പ്രിപ്പയറിങ് ING ഫോം വേണം. ഐ ആം പ്രിപ്പയറിങ് ഫോർ മൈ എക്സാം നൗ. അടുത്തത് നോക്കൂ. ദേ ആർ
പ്ലേയിങ്, ദേ ആർ പ്ലേയിങ്, ആർ കഴിഞ്ഞ് ING ഫോം, ആർ കഴിഞ്ഞ് ING ഫോം. എന്തുകൊണ്ടാണ് ആർ ഉപയോഗിച്ചത്? ദേ ആണ് സബ്ജക്റ്റ്, ദേ ആണ്, ദേ പ്ലൂറലാണ്, അതുകൊണ്ട് ആർ ഉപയോഗിച്ചു. ആർ കഴിഞ്ഞ് ING ഫോം വന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദാ അറ്റ് ദി മൊമെൻറ്റ് എന്ന് പറയുന്ന ഹിൻഡ് വേർഡ് ഇവിടെ ഉണ്ട്. അറ്റ് ദി മൊമെൻറ്റ് എന്ന് പറയുന്ന ഹിൻഡ് വേർഡ്. ഓക്കെ, ദേ ആർ പ്ലേയിങ് സോക്കർ അറ്റ് ദ മൊമെൻറ്റ്. ഇതാ അറ്റ് ദി മൊമെൻറ്റ് എന്ന് പറയുന്ന ഹിൻഡ് വേർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഈ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണമെന്ന് മനസ്സിലായി. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം കഴിഞ്ഞ് ING ഫോം വേണം. ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം കഴിഞ്ഞ് ING ഫോം വന്നാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ നമുക്ക് ആർ ആണ് ഉപയോഗിക്കാൻ കഴിയുക. കാരണം ഈ സബ്ജക്റ്റ് ദേ ആണ്. ദേ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ആർ ഉപയോഗിച്ചു. നേരെ മറിച്ച് ഇവിടെ ഹീ ആയിരുന്നെങ്കിൽ ഹീ ഈസ് എന്ന് ഉപയോഗിക്കാമായിരുന്നു. ഹീ ഈസ് പ്ലേയിങ് സോക്കർ അറ്റ് ദി മൊമെൻറ്റ് എന്ന് ഉപയോഗിക്കാമായിരുന്നു. ഓക്കെ, ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഹിൻഡ് വേർഡ്സ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. ആ ഹിൻഡ് വേർഡ്സ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. കോഡ് തെറ്റിപ്പോകരുത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ്, പ്ലൂറൽ ആണെങ്കിൽ ആർ, ഐ ആണെങ്കിൽ ആം. ഈസ്, ആർ, ആം കഴിഞ്ഞ് ING ഫോം വന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. ഇത് എക്സാമിന് ചോദിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറച്ച് വലിയ വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അതിനു മുമ്പ് ഇതിനെപ്പറ്റി ബേസിക് ഐഡിയ നന്നായിട്ട് മനസ്സിലുറപ്പിക്കണം, പഠിക്കണം, ജയിക്കണം. ഓക്കെ.